അസ്സലാമലൈക്കും. അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് വെറും സ്വാഗതം. ഞാൻ കൃത്യമായ സ്വാഗതം പറയാറില്ല. അതെ, ഇതിലെ ആ പ്രാവശ്യം പറഞ്ഞപ്പോ മമ്മ പറഞ്ഞ എന്താ കൃത്യമായ സ്വാഗതം ഇതിലും പറയുന്നത്. മമ്മ അടക്കുമെന്ന് പറയുന്നത് ഞാൻ കാര്യമാക്കാറില്ല. അപ്പൊ ഇന്ന് ഞാൻ ഇൻട്രോ എടുക്കുന്നത് നബിലാമാന്റെ കൂടെയാണ്. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഞങ്ങൾ ഇന്നലെ പട്ടാമ്പിക്ക് എത്തിക്കണം. ഇന്നലെ പ്രത്യേകിച്ച് എന്നെ കൊണ്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഇടയ്ക്ക് ഇങ്ങനത്തെ മടിയൊക്കെ വരും എനിക്ക്, കാര്യമാക്കണ്ട. അപ്പൊ ഇന്നത്തെ വിശേഷം അതെ അപ്പൊ ഇന്നത്തെ വിശേഷം എന്തൊക്കെയെന്ന് കൊറേ സിസോക്ക് പോവാണ്ടല്ലേ, നമുക്ക് ബുക്കും സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോവാം. എനിക്കൊന്നും എന്റെ അത് പ്രായം കഴിഞ്ഞു. ഞങ്ങൾക്ക് എപ്പോഴും വളർന്നു വരുന്ന തലമുറകളുണ്ടല്ലോ വീട്ടില്. അപ്പൊ അവർക്കൊക്കെ ബുക്കും സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിട്ട് പുറത്തേക്ക് പോണം. പിന്നെ വെറുതെ ഇവിടെ ചോറിയും കുത്തിരിക്കണം. ജാസ്യം ഉണ്ടാക്കി ബിരിയാണി ഞാൻ കഴുകി കൊടുത്ത കോഴിയുമായി ജാസ്മിന വെച്ച ബിരിയാണി. അതെ, കഴുകി കൊടുത്ത. അപ്പൊ അതൊക്കെ ഉണ്ടിട്ട് എനിക്ക് തോന്നുന്നു എല്ലാരും കിടന്ന് ഉറങ്ങുന്നാണ്. അതെ, എല്ലാരും ഇവിടെ ഉറങ്ങും. അതുണ്ടാവാൻ പോണത്. വീഡിയോ എടുക്കണ ക്യാമറാമാൻ തന്നെ ചിലപ്പോ ഉറങ്ങി പോകും, ബ്ലോഗറൊന്നും ഉറങ്ങി പോകും, പറയാനുണ്ട്. അങ്ങനെ ചെറിയ അസ്കിതുണ്ട്. ഫുഡ് വയറ്റിക്കത്തി ഉറക്കം തന്നെയല്ലേ. നല്ല വിശേഷങ്ങളൊക്കെ അവിടെ പിന്നെ നേരെ എൻ്റെ തല നേരാക്കാൻ വേണ്ടിയിട്ടാണ് പോയത് കേട്ടോ. ഇപ്രാവശ്യമൊക്കെ എണ്ണ വെറൈറ്റി ആയിട്ട് നബിലാമയാണ് തേച്ചറാറ്. സാധാരണ അമ്മമ്മ അല്ലെങ്കിൽ അമ്മയ്ക്ക് തേച്ചറാറ് കേട്ടോ. ഈ എണ്ണക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇതിൻ്റെ തലയിൽ കുറച്ച് ഈരും പേരിൻ്റെ ഒക്കെ ഒരു ശല്യം ചെറുതായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് മിൻറ്റ് ലീവ്സ് ഇട്ടിട്ട് ചൂടാക്കിയ എണ്ണയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കാലവിടെ വെറുതെ ഇരിക്കണായിട്ട് ഒരു സുഖം കിട്ടാൻ എൻ്റെ കാലിൻ്റെ വേരിൽ പൊട്ടിക്കുകയല്ല, ഒടിക്കുകയാണത്. അത് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ കുട്ടികളൊക്കെ ഷട്ടിൽ ബാറ്റ് കളിച്ചുകൊണ്ടിരിക്കട്ടോ. അതിനിടയിൽ കൂടെ ആരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും കാര്യമാക്കി നമ്മൾ കുളിക്കാൻ പോകും. അപ്പോൾ എണ്ണതേപ്പും കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫെൻറ്റാസ്റ്റിക് മഴ. അതിൻ്റെ കൂടെ തന്നെ ബിരിയാണി കഴിക്കാൻ വേണ്ടി പോവാണ്. ജാസ്യമ്മ നല്ല ബിരിയാണി ഉണ്ടാക്കി വെച്ചിരിക്കണം. അപ്പം നമുക്ക് ഫുഡ് കഴിച്ചിട്ടാവാം ബാക്കി എന്തോ. അങ്ങനെ ജാസ്യം ഒന്നും പറയാത്ത ബിരിയാണി ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും വിളമ്പി കൊടുക്കണം കേട്ടോ. കുട്ടികൾക്കൊന്നും തലണ്ടാവാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കണക്കാക്കിയിട്ട് കാലുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ബിരിയാണി ഇങ്ങനെ കുക്ക് ചെയ്യുക, പുറത്തിങ്ങനെ നല്ല മഴ ഇങ്ങനെ പെയ്യുമ്പോൾ ബിരിയാണിയും അങ്ങോട്ട് ബിരിയാണിയൊക്കെ കഴിച്ചൊരു ഉറക്കം, അതാണ് എൻ്റെ മനസ്സിൽ കാണുന്നത്. കുട്ടികളെന്ന് പറയുമ്പോൾ ഞാനും ആ കുട്ടിയിൽ പെടും കേട്ടോ. എനിക്കൊരു ലെഗ് പീസും അതിൻ്റെ കൂടെ തന്നെ കഴുത്തിൻ്റെ പീസും അതെനിക്ക് മസ്റ്റാണ്. എനിക്ക് വിളമ്പണ ബിരിയാണിയിൽ അല്ലെങ്കിൽ ചിക്കൻ വിളമ്പണമെന്നുണ്ടെങ്കിൽ അതിൽ എന്തായാലും 2 സാധനങ്ങളുണ്ടാവും കേട്ടോ. അങ്ങനെ കുട്ടികൾക്കൊക്കെ പുറത്ത് കൊണ്ടുപോയി കൊടുത്തിരിക്കണം. പുറത്ത് കൊണ്ടുപോയി കൊടുത്തിട്ട് എല്ലാവർക്കും ഫുഡ് കൊടുത്തിട്ട് ഒരു പുറത്ത് പോയിട്ട് എല്ലാവരും ഒപ്പിരുന്ന് കഴിക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ബിരിയാണി അച്ചാറും ഒക്കെ കൂട്ടി ഒരു പിടുത്തം കണ്ട് പിടിച്ചിട്ട് പിന്നെ അതിൻ്റെ അവസാനം ഒരു ജ്യൂസും. ശുഭം. പിന്നെ കുറച്ച് നേരം കിടന്നുറങ്ങി നീറ്റപ്പത്തിനും പുറത്ത് മഴ മാറിയിരിക്കണം വിചാരിച്ചു. മഴ ഒന്നും മാറില്ല. മഴ എപ്പോഴും അവിടെ തന്നെ ഇരിക്കുന്നു കേട്ടോ. അങ്ങനെ പിന്നെ പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പം പിന്നെ ഉള്ളിൽ തന്നെ പോയി കുറച്ച് നേരം ഫോണിൽ കളിക്കാമെന്ന് വിചാരിച്ചു. ഇടയ്ക്കിടയ്ക്ക് അമ്മ ഇഞ്ചി തിളപ്പിച്ച വെള്ളം കൊടുന്നിരുന്നു കേട്ടോ. എനിക്ക് പനിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പോകാൻ വേണ്ടിയിട്ടാണ് ഇഞ്ചി തിളപ്പിച്ച വെള്ളം വെച്ച് ഇടയ്ക്കൊക്കെ കൊടുന്നിരുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ നോക്കുമ്പോൾ ജാസ്യമയും ഇസും കൂടിയും പാമ്പും കൂടിയും കളിച്ചോണ്ടിരിക്കും. അങ്ങനെ ഫസ്റ്റ് കഴിഞ്ഞു. ഇനി ഞങ്ങൾ പുറത്തു പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങാൻ വേണ്ടി പോകണം. ഡ്രസ്സൊക്കെ മാറ്റി കുറച്ച് പുട്ടിയൊക്കെ അടിക്കണ്ടേ, എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ അടിച്ചിട്ട് വരണം. അപ്പം നമുക്ക് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പുട്ടി അടിക്കാൻ വേണ്ടി വരാം ഗൈസ്. ഇവിടെ വന്നാൽ പിന്നെ നബിലാമാൻ്റെ 2 കുപ്പായുടെ ഒരു സമാധാനം കിട്ടൂല. അപ്പോൾ പുറത്തൊക്കെ പോകുമ്പോടാൻ പറ്റി എനിക്ക് പാകമുള്ള കുപ്പായം നോക്കട്ടെ. തപ്പി എനിക്കൊരു കുപ്പായം മുത്തിയിട്ടുണ്ട്. ഇനി ഇതിട്ടിട്ട് വരാം. അപ്പം ഞാൻ ഒരുങ്ങി സെറ്റായി വന്നിട്ടുണ്ട്. ബാക്കി ഒരുങ്ങണ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം ഇവിടെ ആകെ ചെക്കപ്പ് ഒക്കെ ഇപ്പം ഒന്ന് ഫ്രീ ആയപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഞാനൊരു കോഡ് സെറ്റാണ് ഇട്ടിട്ടുണ്ട്. നബിലാമാൻ്റെ കോഡ് സെറ്റാണ് ഇട്ടിക്കുന്നത്. ഞാൻ ഡ്രസ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നബിലാമാൻ ഡ്രസ്സ് ഇടുന്നത് എനിക്കൊരു ഇതൊരു സന്തോഷമാണ്. അപ്പം ഞാൻ നബിലാമാൻ്റെ ഡ്രസ്സാണ് ഇടയ്ക്കിടയ്ക്ക് ഇടാറ്. അപ്പം നമുക്കിനി എങ്ങോട്ട് സിൻഡിക്കേറ്റിൽ പോകാം. അങ്ങനെ സിൻഡിക്കേറ്റിലേക്ക് പോകാൻ വേണ്ടി പുറത്തിറങ്ങിയ സമയത്ത് കുഞ്ഞുനേട്ടനൊക്കെ വന്നിട്ട് ഇവിടെ മരം വെട്ടിണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇലകളും ഇവിടെ കൊമ്പുകളും ഒക്കെ അവിടെ നിൽക്കണ്ടായിരുന്നു. കുഞ്ഞുനേട്ടന് ഓട്ടോയിൽ കയറ്റി കൊണ്ടുപോകണം കേട്ടോ. പിന്നെ എല്ലാവരും പുറത്ത് വന്നിരുന്നിട്ട് ഷൂവും ചെരുപ്പൊക്കെ ഇട്ടോണ്ടിരിക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ മമ്മൻ്റെ ഷൂ ഉണ്ട് കഥ. ഏത് പുത്തമ്പത്ത് ഷൂസ് അതിന് അടിയിലാണ് ചെലയിട്ടില്ല. താത്താന്റെ ഷൂ തുടക്കൽ ശരിയല്ലാന്ന് മനസ്സിലാക്കിയ അനുസരിച്ച് തിരിച്ചു കൊടുക്കുന്നു. അതാണ് കൂടപ്പുറപ്പുകൾ തമ്മിലുള്ള സ്നേഹം. അനിയനും തല്ലുടുമ്പോ ഞാൻ പറയില്ലേ, തല്ലൂടല്ലേ മക്കളെ, തല്ലൂടല്ലേ. അത് ഇതിനായിരുന്നു അല്ലേ? ഓക്കെ, എന്നാ തല്ലൂടാ.
അങ്ങനെ പിന്നെ നേരെ സിൻഡിക്കേറ്റിൽ കണ്ട് വെച്ച് പിടിച്ചു. കാരണം അത്യാവശ്യത്തിന് നേരം വൈകിയിട്ടുണ്ടായിരുന്നു. കാരണം നബിലാമ്മയുടെ ഷൂട്ടിന് പോകണം. അപ്പോൾ കുറച്ച് നേരത്തെ കാലത്ത് എത്തും വേണം. അങ്ങനെ ഞങ്ങൾ നേരത്തെ കാലത്ത് എത്തണം എന്ന് വിചാരിച്ചിട്ട് പട്ടാമ്പി റൂട്ട് പിടിക്കണ്ട, പട്ടാമ്പി റൂട്ട് ഡയറക്റ്റ് പിടിച്ചാൽ അവിടെ നിറച്ച് ബ്ലോക്കാണ്. നമുക്ക് വേറെ റൂട്ട് പിടിക്കാമെന്ന് പറഞ്ഞിട്ട് വേറെ റൂട്ട് പിടിച്ചപ്പോൾ അവിടെ അതിലും വലിയൊരു സംഭവം. അതിലും വലിയ സംഭവം എന്നല്ല, റെയിൽവേ ക്രോസ് അടച്ചിക്കുകയാണ്. അതാണ് പ്രശ്നം. കാരണം അവിടെ കൂടെ വന്ദേ ഭാരത് പോകാണ്ടായിരുന്നാണ് പറഞ്ഞത്. ഉണ്ണിമോ വെള്ള വന്ദേ ഭാരത് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഓറഞ്ചാണ് പോയത്. എന്നാലും കുഴപ്പമില്ല, ട്രെയിനല്ലേ. അങ്ങനെ വന്ദേ ഭാരതൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്രകൾ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മഴക്കൊരു കുറവില്ല. ഇത് മഴക്കാലം മഴക്കാലമായല്ലേ, മഴക്കാലമായതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ സിൻഡിക്കേറ്റിലെത്തിയപ്പോൾ പിന്നെ മമ്മക്ക് ചെറിയൊരു പേടിയായിട്ട് പതുക്കെ പോകാൻ പറഞ്ഞിട്ട് ഓന് ഹാൻഡ് ബ്രേക്ക് നിൽക്കണത്. അങ്ങനെ ഞങ്ങളെല്ലാവരും ലിഫ്റ്റിൻ്റെ ഡയറക്ഷൻ നോക്കി നടന്നു പോയി. ഞങ്ങൾ ലിഫ്റ്റ് കയറിയെന്ന് മാത്രമേ ഉള്ളൂ. മമ്മ അപ്പോഴും സ്റ്റെപ്പുമ്പോൾ കൂടെ വന്നത്. മമ്മക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ പേടികളുണ്ട്. ഇതൊക്കെ എന്നാന്നാവോ മാറി കിട്ടുക അറിയില്ല. അമ്മ അവിടെ ഒരു സുഖമല്ല കേട്ടോ, വെറുതെ ഷോ ഇറക്കണ്ട നീസു. സിൻഡിക്കേറ്റിക്ക് പോയാൽ പിന്നെ എങ്ങോട്ട് ഏതാ നോക്കണതൊരു പിടുത്തല്ല. അവിടെ തന്നെ സിസോക്ക് കയറിയാലോ അതിനപ്പുറത്തേക്ക് പിടുത്തല്ല. ഞങ്ങൾ ഓരോ സാധനം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതെന്താ സാധനം മനസ്സിലാവാതിരിക്കുന്നു. പിന്നെ മനസ്സിലായത് നമ്മൾ കുളിക്കുമ്പോൾ മേത്ത് വരുതൂലേ, സ്പോഞ്ചാണ്. അങ്ങനെ സ്പോഞ്ച് ബാഗിൻ്റെ ടൈപ്പിൽ മാത്രമല്ല കേട്ടോ, ചെരുപ്പ് വേറെ എന്തൊക്കെ ഷേപ്പുകളിലൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ വെറൈറ്റി സാധനങ്ങളല്ലേ. ഇവിടെ കുട്ടികളെ വശീകരിക്കാനുള്ള എല്ലാ സാധനങ്ങളുണ്ട്. കുട്ടികളെന്തിനാ, ഞാൻ തന്നെ വശീകരിച്ച് പോയിക്കണം. അല്ലേ കുട്ടിത്തം മാറിയിട്ടില്ല. അവള് എന്ത് വേണമെങ്കിലും എടുക്കാൻ പറ്റില്ല. കുറെ ക്യൂട്ടി സാധനങ്ങളുണ്ട്. ബോട്ടിൽ വേണ്ടത് ബോട്ടിൽ എടുക്കാം. അവിടെ ബോട്ടിൽ ഇരിക്കുന്നുണ്ട്, ഓഫർ പ്രൈസിന് കൊടുക്കുക എടുക്കാം. ഞാൻ കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ബോട്ടിലാണ് വെള്ളം കുടിക്കാൻ. കുടകളൊക്കെ ഉണ്ടോ? കുടകളൊക്കെ ഉണ്ടേക്ക് പറയാം. പിന്നെ പഠിക്കണ കാലൊക്കെ തീർന്നു. ഇനി കൗണ്ട് കാര്യമല്ല, അതാ വലിയ സംഭവം. അല്ല ഇവിടെ തന്നെ ആ ബാഗ് ബുക്കൊക്കെ മേടിച്ച് പോയി. പക്ഷെ കൗണ്ട് ആവശ്യമില്ല. സായകുട്ടിക്ക് ബുക്ക് വാങ്ങിക്കട്ടെ. സായങ്ങൾക്ക് ആവശ്യമുണ്ട്, ആവശ്യം ബാഗല്ലേ ഒക്കെ കച്ചവടം. അതെ, എല്ലാവരും നോക്കി വെക്കണുണ്ട് ഇതിലേത് എടുക്കണമെന്ന്. കാണുമ്പോൾ ഒക്കെ എടുക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. വേവും വിശന്നിട്ട് വയ്യ, ഒരു പഴം കഴിച്ചിട്ടാവാൻ ബാക്കി. സോറി, കോഴിമുട്ട തട്ടി താഴെ എഴുതാം. ഓക്കെ ഓക്കെ ഓക്കെ. ജാസ്യമ എന്തൊക്കെ ബാഗിൽ ഇട്ടിട്ട് എന്തൊക്കെ പൊക്കുന്നുണ്ട്. ബാഗ് ലാസ്റ്റ് നമ്മൾ പോകുമ്പോ പീപ്പടിക്കുന്നുണ്ട്. അമ്മ ജാസ്യമ്മ ഇങ്ങനത്തെ ഒരു കപ്പ് മേടിച്ചിക്കണ് ജ്യൂസ് കുടിക്കാൻ വേണ്ടി മേടിച്ചിക്കണ്. ഉണ്ടാക്കി കുടിച്ചാലോ? നമുക്ക് തടി ഓർക്കണ്ടേ? പിന്നെ ഇങ്ങനെ ക്യൂട്ട് ഗേൾസിന് ഉപയോഗിക്കാൻ പറ്റുന്ന ആക്സസറീസൊക്കെ കണ്ട ആരാ നോക്കി നിൽക്കാതിരിക്കുക. ഇത് ഗൈസ് ഒന്നും എടുക്കണ്ട വിചാരിച്ച് വന്ന് എനിക്ക് 2 ഹെയർ ബാൻഡ് കിട്ടി. നമുക്ക് കമ്മലൊന്നും നോക്കി വെക്കാം. ജാസ്യമ നല്ല പർച്ചേസിങ്ങളാണ് കേട്ടോ. ജാസ്യൂട്ടി എന്തൊക്കെയാണ് നോക്കുന്നത് അറിയാൻ പാടില്ല. നോക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ നേരെ ബില്ലിങ് സെക്ഷനിലേക്ക് വന്നിട്ട് ബില്ല് കൊടുക്കാൻ തുടങ്ങി. ഞങ്ങൾ വെറുതെ ഇവിടെ ഒരു ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷേ വന്നെത്തിയപ്പോൾ ഞങ്ങൾ ഷോപ്പിങ്ങിന് വന്ന അവസ്ഥയിലായി. ബാഗ് ബുക്കൊക്കെ മേടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ കുട്ടികളില്ലല്ലോ. കുട്ടികളില്ലാത്ത കാരണം അതൊക്കെ അവിടെ ഡ്രോപ്പ് ചെയ്തു. അങ്ങനെ പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇറങ്ങുമ്പോൾ രാത്രിയായി. വെളിച്ചുണ്ടായിരുന്നപ്പോൾ ഉള്ളിൽ കയറിയതാണ്. പക്ഷേ ഇറങ്ങാൻ നേരത്ത് ഫുള്ള് റിട്ടായി. അങ്ങനെ പിന്നെ വെറുതെ കുറച്ച് നേരം കൂടി നിൽക്കണം. കാരണം ഉണ്ണിമോൻ എത്തിയിട്ടില്ല. ഓനെ കാത്തുകെട്ട കാരണം കൊണ്ട് ഞങ്ങൾ വേറെ കുറേ ഗെയിം കളിക്കാമെന്ന് വിചാരിച്ചു. കുറേ ഗെയിമൊന്നും കളിച്ചില്ല. ഇത് ഒരു നിർബന്ധമായ ഗെയിമാണ്, കണ്ടാൽ അത് പോയി എടുക്കണം എന്നുള്ളത്. എൻ്റെ പണ്ടത്തെ കഴിവൊക്കെ പോയിക്കിടും. പണ്ടൊക്കെ ഞാൻ പെട്ടെന്ന് ഓരോ 2-3 ഒപ്പെടുത്തിയിരുന്നു. അങ്ങനെ പിന്നെ ഇസു കളിച്ചു നോക്കി കിട്ടിയില്ല, ഞാൻ കളിച്ചു നോക്കി കിട്ടിയില്ല, നബിലാമ കളിച്ചു നോക്കി ഇപ്പം വരും എന്നുള്ള രീതിയിൽ വന്നു. പക്ഷേ അതും കിട്ടിയില്ല. അങ്ങനെ അത് മൊത്തത്തിൽ കോളായി. അപ്പൊ ഒന്നും കിട്ടിയില്ലല്ലോ, വീട്ടിൽ പോവാം. ബാഡ് ലക്ക്.
അങ്ങനെ പിന്നെ ആ കളിയിൽ തോറ്റേൻ്റെ സങ്കടം മാറ്റാൻ വേണ്ടി കുറച്ച് നേരം അവിടെ തന്നെ ഇരുന്നു. കാരണം ഉണ്ണിമോൻ വന്നിട്ടില്ല, ഉണ്ണിമോൻ വന്നാലേ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ എങ്ങനെയൊക്കെയോ പിടിച്ച് പറഞ്ഞ് ഉണ്ണിമോൻ എത്തി. അങ്ങനെ പിന്നെ ഫ്രണ്ട് സീറ്റിൽ കയറാൻ വേണ്ടി വലിയ തല്ലൊന്നും ഉണ്ടായില്ല. കാരണം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഞാൻ ഫ്രണ്ട് സീറ്റിലാണെന്ന്. കാരണം എനിക്ക് എന്താ പറയുക, ചെറുതായിട്ട് ഈ വോമിറ്റിങ്ങിൻ്റെ പ്രശ്നമുള്ള കാരണം കൊണ്ട് ബാക്ക് സീറ്റിലിരുന്ന് AC കിട്ടുമ്പോൾ വോമിറ്റിങ്ങിൻ്റെ പ്രശ്നം വരും. അങ്ങനെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ പിടിച്ച് വീട്ടിലെത്തി. ഗൈസ് അങ്ങനെ എല്ലാതും കഴിഞ്ഞ് വീട്ടിലോട്ട് എത്തി. അയ്യോ ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, വെറുതെ ഇരിക്കുക. നാളെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകും. അപ്പോൾ അതിൻ്റെ മുന്നേ ചെറുതായിട്ട് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. സിസോ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിരുന്നല്ലോ. അത് ഞാൻ വരും വീഡിയോസ് ഇങ്ങനെ തലം ഇങ്ങനെ വെച്ച് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ പോയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റട്ടെ. ആകെ വെള്ളക്കുപ്പായിട്ട് പിന്നെ ആകെ സൂര്യക്കേടാണല്ലോ. വേഗം പോയിട്ട് വീട്ടിലിടുന്ന കുപ്പായിട്ട് വരാം. അങ്ങനെ മാറ്റലും പിടിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഇവിടെ എല്ലാവരും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയിൽ കൂടെ ഞാൻ എല്ലാം നബിലാമാൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. കാരണം നബിലാമാൻ്റെ അടുത്ത് പോയിരുന്ന മസാജ് ചെയ്ത് തരും, അത് ഫ്രീ ആയിട്ട് കിട്ടില്ല. രാത്രി നമുക്ക് ഡിന്നർ നല്ല ചിക്കൻ പൊരിച്ചതാണ് കേട്ടോ. എല്ലാവരും നല്ല ചിക്കൻ പൊരിച്ചെടുക്കുന്ന തിരക്കിലാണ്. സായിക്കുട്ടിക്കാണ് ആദ്യമായിട്ട് ചിക്കൻ പൊരിച്ചതും ബ്രെഡും കിട്ടിയിരുന്നത്. എങ്ങനെയുണ്ട് കഴിച്ചിട്ട് പോകാം? കൊള്ളാം. എവിടെ ചൂടാൻ നോക്കട്ടെ. ഉഗ്രന അടിപൊളിയാ. ഇടയിലിരുന്നോ. ജാസ്യമ കോഴികൾ കണ്ടം തുണ്ടം വെട്ടിയെടുത്ത് എല്ലാവർക്കും വിതരണം ചെയ്യുന്നുണ്ട്. എല്ലാവരും പുറത്ത് പോയിട്ടാണ് കഴിക്കുന്നത്. ആയിക്കോട്ടെ. ഇത് പുറത്ത് ഞങ്ങൾ ഫുഡ്. അങ്ങനെ കുട്ടികളത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ജസ്റ്റ് നമ്പർ ഞങ്ങൾ വലിയ ആൾക്കാരൊക്കെ വന്നിരുന്നപ്പോഴത്തേനും മയോണൈസൊക്കെ തീർന്നു വരുന്നു. ചിക്കനും ബ്രെഡൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നു. അങ്ങനെ ബ്രെഡൊക്കെ നമ്മൾ എടുത്തിട്ട് ഈ മയോണൈസ് ഇങ്ങനെ തുടച്ചെടുത്ത് അത് കഴിക്കുന്നതിൻ്റെ രസം വേറെ തന്നെയാണല്ലോ. കാരണം മയോണൈസ് ബാക്കിയുള്ള സാധനം ഞാൻ എടുത്തത് വേറെ ഞാൻ കൊടുത്തില്ല. അങ്ങനെ മയോണൈസും ചിക്കനും ഒക്കെ കൂടി മയോണൈസ് ചിക്കനല്ല ബ്രെഡും മയോണൈസ് ചിക്കനും ഒക്കെ കൂടി കഴിച്ച് പിന്നെ അവസാനം ഒരു ചായ ഇങ്ങോട്ട് കുടിച്ചു. ചായ അടിച്ചപ്പോഴാണ് റാഹത്തായത്. എന്നിട്ട് സുഖമായിട്ട് പോയിട്ട് കിടന്ന് അങ്ങോട്ട് ഉറങ്ങി. അപ്പം ഇന്നലെ രാത്രി പ്രത്യേകിച്ച് വീഡിയോസ് അധികം എന്നെ കൊണ്ട് എടുക്കാൻ പറ്റിയില്ല. ഒരു പ്രത്യേകം എൻഡിങ് ഇല്ലാതെ ഇന്നലെ രാത്രി ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്തിട്ടില്ല, വീഡിയോ കട്ട് ചെയ്തത് അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വൈൻഡപ്പ് ചെയ്യുക. അപ്പോൾ ഡാൻസ് കളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇവിടെ വന്ന ഒരു നബിലാമാൻ്റെ കൂടെ ഡാൻസ് മസ്റ്റാണ്. അപ്പോൾ ഡാൻസ് കളിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ മമ്മൻ്റെ ചാനലായിരിക്കും. ഇനി എനിക്ക് ഇവിടുത്തെ വീഡിയോസ് ഇല്ല. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോയുമായിട്ട് വരാം. അത് എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ടാറ്റാ.